വളരെ ചെറിയ ഒരു ദുആ, എന്നാൽ അതിലൂടെ ലഭിക്കുന്നത് വമ്പിച്ചതായ നേട്ടങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ദുആയെ പരിചയപ്പെടുത്തുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ദുആ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ലഫ്ളുകൾ ഇപ്രകാരമാണ്: അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, പാപമോചനം തേടുന്നു. വ അതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ തെറ്റുകളിൽ നിന്നും, നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും തൗബയെ തേടുകയും അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, വത്തുബ് അലയ്യ, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ദുആ. ഇതിന് നമുക്ക് ഏത് വാക്കുകളും ഉപയോഗിക്കാം. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി വത്തുബ് അലയ്യ, ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ ആശയം ഇതാണ്: അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, നീ എൻ്റെ തൗബ സ്വീകരിക്കണമേ. ഇങ്ങനെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് മനസ്സിലാക്കി അവനോട് സങ്കടങ്ങൾ പറഞ്ഞ് സകല തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആ ഒരു പ്രാർത്ഥന, അത് വളരെ ചെറിയ വാക്കുകളാണെങ്കിലും അതിൻ്റെ ആശയം വളരെ ഗൗരവപ്പെട്ടതാണ്. ആ തിന്മകളെ സംബന്ധിച്ചുള്ള ഖേദമുണ്ടാകണം, അതിലേക്കൊരിക്കലും മടങ്ങിപ്പോവാൻ പാടില്ല, ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ തുടങ്ങി നമ്മുടെ തൗബ, നമ്മുടെ ഖേദം അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു ദിവസം 100-ലധികം തവണ അങ്ങനെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരാൾ തൗബയും ഇസ്തിഗ്ഫാറും നടത്തിക്കൊണ്ട് ദുആ ചെയ്താൽ, അങ്ങനെ ആ ദുആയുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ജീവിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതേതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂഹിലെ 10, 11, 12 വചനങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇന്നഹു കാന ഗഫാറ, അള്ളാഹു എല്ലാ പാപങ്ങളും, എത്ര വലിയ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാലുള്ള നേട്ടം എന്താണ്? നോക്കൂ, ഒന്നാമത്തത് യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരുന്നതാണ്. അപ്പോൾ മഴ ലഭിക്കും. ഒരു നാട്ടിൽ മഴ ലഭിക്കാൻ ആ നാട്ടിലെ ജനതയുടെ ഇസ്തിഗ്ഫാർ ഉപകരിക്കും. രണ്ടാമത്തത് വയുംദിദുകും ബി അംവാലിൻ, സമ്പത്ത് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ ഫضലുകൾ നൽകും, അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. സമ്പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വർധനവ് തരും. അതേപോലെ തന്നെ വബനീന, സന്താനങ്ങളിൽ അള്ളാഹു വർധനവ് നൽകും. അഥവാ കുട്ടികളുണ്ടാകും, ധാരാളം കുട്ടികളുണ്ടാകും, സമ്പത്തിൽ വർധനവുണ്ടാകും. അതിനു പുറമെ വയജ്അൽ ലക്കും ജന്നാത്തിൻ, അള്ളാഹു നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും, അഥവാ കൃഷി. അതേപോലെ ഏതെല്ലാം വിഷയങ്ങളിലുള്ള തോട്ടങ്ങളുണ്ടോ, കാർഷിക വിഭവങ്ങളുണ്ടോ, അതിലൊക്കെ വർധനവുണ്ടാകും. വയജ്അൽ ലക്കും അൻഹാറ, അള്ളാഹു നിങ്ങൾക്ക് നദികൾ, പുഴകൾ അഥവാ ജലസേചനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ തന്നെ, സൂറത്തു നൂഹിൽ തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടമായി പറയുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന്, മഴ ലഭിക്കുക. ഒരു നാട്ടിൽ മഴയുടെ പ്രാധാന്യം നമുക്കറിയാം. ഒരു ജനത മുഴുവൻ, ഒരു നാട്ടിലുള്ള ആളുകൾ മുഴുവൻ, അല്ലെങ്കിൽ അവരിൽ മഹാഭൂരിപക്ഷവും തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്നവരാണെങ്കിൽ ആ നാട്ടിൽ സമൃദ്ധമായി മഴ ലഭിക്കും. ഇനി ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിലും ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റേതായ ചില ഐശ്വര്യങ്ങളും നന്മകളും പ്രത്യേകമായി നൽകുകയും ചെയ്യും. മഴ വർഷിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ പ്രയാസം അനുഭവിക്കാതെ അള്ളാഹു ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതാണ്.
അതുപോലെ തന്നെ യുംദിദുക്കും ബി അംവാലിൻ, സമ്പത്തുണ്ടാവുക എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സാമ്പത്തികമായ ലാഭം, കച്ചവടങ്ങളിൽ ലാഭം, സാമ്പത്തിക നഷ്ടമാരും ആഗ്രഹിക്കുന്നില്ല. സമ്പത്തിൽ വർധനവാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇസ്തിഗ്ഫാറിലൂടെ, പാപമോചന പ്രാർത്ഥനയിലൂടെ സമ്പത്തിൽ വർധനവുണ്ടാവും, കച്ചവടത്തിൽ ലാഭമുണ്ടാകും. അതേപോലെ തന്നെ ബനീൻ, മക്കളെ നൽകും. ധാരാളം ആളുകൾ അനുഭവിക്കുന്നൊരു പ്രയാസം എന്താണ്, പ്രതിസന്ധി എന്താണ്? സന്താനങ്ങളില്ല എന്നുള്ളതാണ്. അള്ളാഹു സന്താനങ്ങളെ നൽകും. സന്താനങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു വർധനവും നൽകുന്നതാണ്. അതാണ് മൂന്നാമത്തത്. വയജഅൽ ലക്കും ജന്നാത്തിൻ, തോട്ടങ്ങൾ അള്ളാഹു ഉണ്ടാക്കിത്തരും. പഴവർഗ്ഗങ്ങളുടെ, പച്ചക്കറികളുടെ, ധാന്യങ്ങളുടെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അതേപോലെ തന്നെ വയജഅൽ ലക്കും അൻഹാറ, ജലസേചനത്തിനുള്ള സൗകര്യങ്ങൾ, പുഴകളോ നദികളോ തോടുകളോ തുടങ്ങിയവയെല്ലാം അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തരും. നോക്കി, ഈ 5ഓളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ, ഏറെ ഗൗരവപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഈ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നത് ഇസ്തിഗ്ഫാറിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സൂറത്ത് ഹൂദിലെ 52-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞത്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും നിങ്ങൾ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്താൽ സമൃദ്ധമായി മഴ ലഭിക്കുന്നതാണ്. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങളുടെ ശക്തിയിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ ശക്തി സിയാദത്തായി, അധികമായി നൽകുന്നതാണ്. അഥവാ ശരീരത്തിന് ആരോഗ്യം, അധ്വാനിക്കാനുള്ള കഴിവ്, നാട്ടിൽ കൃഷിയും കെട്ടിടങ്ങളും തുടങ്ങിയവ ഉണ്ടാക്കാനുള്ള ശക്തി, ബുദ്ധിപരമായ കഴിവ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ ഇസ്തിഗ്ഫാറിലൂടെ ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ്, 6ാമതായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ശാരീരികമായ ആരോഗ്യം, അധ്വാനിക്കാനുള്ള കഴിവ്, കൃഷി ചെയ്യാനുള്ള കഴിവ്, ബുദ്ധിപരമായ കഴിവുകൾ. അങ്ങനെ ഒരു നാടിൻ്റെ സമ്പൽ സമൃദ്ധിക്കും ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്കും ആവശ്യമായ താഖത്ത്, അതിനുള്ള ശക്തി, കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. പക്ഷേ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും പാപമോചനം തേടുകയും ചെയ്യേണ്ടതുണ്ട്. ഇതും അതിൻ്റെ വളരെ മഹത്തായ ഒരു നേട്ടമാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വമ്പിച്ച ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നത് ഇസ്തിഗ്ഫാറിലൂടെയാണ്. സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ ആയത്തിൽ കാണാം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ, താങ്കൾ ഇവരിൽ ഉള്ള കാലത്തോളം ഇവരെ നാം ശിക്ഷിക്കുകയില്ല, അവർ പാപമോചനം തേടുന്ന കാലത്തോളവും അവരെ നാം ശിക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, കാന ഫീക്കും അമാനാൻ, നിങ്ങൾക്ക് 2 സുരക്ഷിതത്വമുണ്ടായിരുന്നു. മദത് ഇഹ്ദാഹുമ, അതിൽ ഒന്ന് പോയിരിക്കുന്നു. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുക സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയില്ല എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. എന്നാൽ ഇനി ഒരു സംരക്ഷണം മാത്രമാണ് അവശേഷിക്കുന്നത്, അതിനെ മുറുകെ പിടിച്ചോളൂ എന്നാണ്. അതേതാണ്? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നതാണ് ഇസ്തിഗ്ഫാർ. അതൊരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിയെ അള്ളാഹു സംരക്ഷിക്കും. ഒരു സമൂഹം മുഴുവൻ ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ ആ നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാകുന്നു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വമ്പിച്ചതായ റഹ്മത്ത്, കാരുണ്യം ലഭിക്കാൻ ഇസ്തിഗ്ഫാർ കാരണമായി തീരും. സൂറത്തുൻ നംലിലെ 46-ാമത്തെ ആയത്തിൽ കാണാം, ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് ചോദിച്ചതാണ്, ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നില്ലേ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ലഭിക്കാൻ ഇസ്തിഗ്ഫാർ കാരണമായി തീരും. അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്ത് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ പരലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച ആളുകളായിരിക്കുമെന്നാണ്. കാരണം അള്ളാഹു അവർക്ക് അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. യഥാർത്ഥത്തിൽ ഗഫറ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം
പാപങ്ങളെ മറച്ചു വെക്കുക, മായ്ച്ചു കളയുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ എല്ലാ പാപങ്ങളും മറച്ചു വെക്കും, എവിടെയും അള്ളാഹു അത് വെളിവാക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മായ്ച്ചു കളയും, എന്നിട്ട് ആ അടിമയെ സ്വർഗത്തിലാക്കും. അതാണ് ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകത. ഇസ്തിഗ്ഫാറിലൂടെ ആത്യന്തികമായി നമുക്ക് ലഭിക്കുന്നത് പരലോകത്തിലെ ഈ നേട്ടമാണ്, നരകത്തിൽ നിന്നുള്ള രക്ഷയും സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനവും. അതുകൊണ്ടാണ് ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ അദ്ദുആയിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ അഹബ്ബ അൻ തസുറഹു സഹീഫത്തുഹു, ആരുടെയെങ്കിലും കർമ്മങ്ങളുടെ രേഖ അവരെ സന്തോഷിപ്പിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുക്സിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ, അവർ അവരുടെ കർമ്മരേഖയിൽ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ധാരാളമായി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ആളുകളുടെ കർമ്മരേഖയിൽ അവരുടെ ആ ഇസ്തിഗ്ഫാർ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ കർമ്മങ്ങളുടെ രേഖയിൽ ഇസ്തിഗ്ഫാർ ധാരാളമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കർമ്മരേഖ വലത് കൈയിലാണ് നൽകപ്പെടുക, അവർ സന്തോഷിക്കും അതിലൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തൂബ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ, തൻ്റെ കർമ്മരേഖയിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ കണ്ട ഒരു വ്യക്തിക്ക് തൂബ, ആ വ്യക്തിക്ക് മംഗളമുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലെ ഉന്നതമായ ദറജകളും സ്വർഗത്തിലെ വളരെ വലിയ വൃക്ഷങ്ങളും വലിയ തണലേകുന്ന 100 വർഷത്തോളം ഒരു കുതിരസവാരിക്കാരന് പോലും മറികടക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായ ചില വൃക്ഷങ്ങളും ആ വൃക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന താഴ്വാരങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകൾക്ക് നൽകുന്നതാകുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, എന്തെല്ലാം ഖൈറാത്തുകളാണ് നമുക്ക് ലഭിക്കുന്നത്. മഴ ലഭിക്കും, സമ്പത്തിൽ വർധനവ്, സന്താനങ്ങളുണ്ടാകും, അതേപോലെ തന്നെ കാർഷിക വിളവുകളിൽ അഭിവൃദ്ധി ഉണ്ടാകും, അതേപോലെ തന്നെ പുഴകളും നദികൾ ജലസേചന സൗകര്യങ്ങളുണ്ടാകും, ശരീരത്തിനും ബുദ്ധിക്കും ആരോഗ്യവും ശക്തിയും ഉണ്ടാകും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും, അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗലോകത്ത് പ്രവേശിക്കുവാനും സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്, മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം തന്നെ ഇസ്തിഗ്ഫാറിന് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിരുന്നു. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ ഫീ ബുയൂത്തിക്കും, നിങ്ങൾ അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ വീടുകളിൽ വെച്ച് വർദ്ധിപ്പിക്കുക. വ അലാ മവാഇദിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തളികകളുടെ അടുക്കൽ വെച്ച് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. വഫീ തുറുഖിക്കും, വഴികളിൽ, വഫീ അസ്വാഖിക്കും, അങ്ങാടികളിൽ, വഫീ മജാലിസിക്കും, ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിലെല്ലാം തന്നെ, ഐനമാക്കുന്തും, എവിടെയാണോ നിങ്ങളുള്ളത് അവിടങ്ങളിലെല്ലാം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഫഇന്നകും മാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ, മഗ്ഫിറത്ത് എപ്പോഴാണ് ഇറങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സദാസമയങ്ങളിലും മഗ്ഫിറത്തിനെ തേടിക്കൊണ്ടിരിക്കണം എന്നാണ് ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഇന്ന ഹാദൽ ഖുർആന യദുല്ലുകും അലാ ദാഇക്കും വദവാഇക്കും, പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ഒരു രോഗത്തെക്കുറിച്ചും ആ രോഗത്തിനുള്ള മരുന്നിനെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട്. ഫ അമ്മാ ദാഉക്കും, നിങ്ങളുടെ രോഗം എന്നുള്ളത് ഫദ്ദുനൂബ്, പാപങ്ങളാണ്. വ അമ്മാ ദവാഉക്കും, അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് ഫൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനയുമാകുന്നു. അപ്പോൾ മനുഷ്യനിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ രോഗമെന്നുള്ളത് അവൻ്റെ പാപങ്ങളാണ്. ഇസ്തിഗ്ഫാറിലൂടെ ആ പാപങ്ങളെ കഴുകിക്കളയാൻ, ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനെല്ലാം അവന് സാധിക്കുന്നു. തൗബയിലൂടെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകുന്നു. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന കറുത്ത ഒരു പുള്ളി അത് വർദ്ധിച്ചു വരും പാപങ്ങൾ അധികരിക്കുന്നതിനനുസരിച്ച്. എന്നാൽ തൗബയിലൂടെ അത് കഴുകപ്പെടുന്നു, അവിടെ വൃത്തിയാക്കപ്പെടുന്നു. അങ്ങനെ ഹൃദയത്തിൻ്റെ ശുദ്ധി ഇസ്തിഗ്ഫാറിലൂടെ ലഭിക്കുന്നു. അങ്ങനെ ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടങ്ങൾ എമ്പാടുമാണ്, ധാരാളമാണ്. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പറയേണ്ടത് ഇത്രമാത്രം, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് പാപമോചനം തേടുന്നു. വ അതൂബു ഇലൈ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇതാ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണമേ. വതുബ അലയ്യ, എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണമേ എന്നിങ്ങനെ ആത്മാർത്ഥമായി തിന്മകളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് നന്മകളിൽ മുന്നേറിക്കൊണ്ട് ഈ ദുആ നമ്മൾ അധികരിപ്പിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം, ഇതിനെല്ലാമുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ ഒരു പ്രാർത്ഥന, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ ഇന്നക അൻത തവ്വാബുർ റഹീം, ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്നൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, അവനല്ലാതെ ആരാധ്യനില്ല.
വഅതൂബു ഇലൈ, ഞാൻ അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു തുടങ്ങിയിട്ടുള്ള ദുആകൾ. ഈ ദുആകളെല്ലാം തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ ദുആകളാണ്. ആ ദുആകളിലൂടെ ലഭിക്കുന്നത് ഈ നേട്ടങ്ങളെല്ലാമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ ദുആകളിൽ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.